ഓർമ്മയുണ്ടാവും. അതായത് നമ്മുടെ അടുത്ത വരവിനായിട്ട് അയാളെ തയ്യാറെടുപ്പിലായിരിക്കും ഇനി അതാണ് അയാൾക്കുള്ള ശിക്ഷയെന്ന്. അതിപ്പോ പോലീസ് വന്നില്ലേലും ഇയാള് മരിക്കുന്നിടം വരെ അത് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു അവസ്ഥയിലാണ്. ഇയാളെ സംബന്ധിച്ചിടത്തോളം, ജോർജ് കുട്ടി എന്ന് പറഞ്ഞ ആ ക്യാരക്ടറിനെ സംബന്ധിച്ചിടത്തോളം, ആ വീടിന്റെ സമീപത്ത് ആരെങ്കിലും വന്നു, ഒരു സ്ട്രേഞ്ചർ വന്നു, എന്ത് വന്നാലും അദ്ദേഹത്തിന് മനസ്സമാനത്തോടെ ഉറങ്ങാൻ പറ്റുന്നു. അപ്പൊ പതുക്കെ പിന്നെ കാലം മാറിയതനുസരിച്ച്, മാറ്റത്തിനനുസരിച്ച് പിള്ളേര് വന്നു, അവരുടെ ചോദ്യങ്ങൾ ഉണ്ടാവാം. പിന്നെ നമുക്ക് പ്രായം മാറുന്നതോറും മച്യൂരിറ്റി കൂടാം, ചിലപ്പം പഴയ കോൺഫിഡൻസ് നഷ്ടപ്പെടാം, അപ്പൊ ഭയം പുറത്തു വരാം, അതുവരെ കാണിക്കാത്ത ഭയങ്ങൾ പുറത്തു വരാം, അങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പോൾ ദൃശ്യം 3 എന്ന് പറയുന്നത് കുറച്ചുകൂടെ ജോർജ് കുട്ടിയിലെ ക്യാരക്ടറിലേക്ക് ഊന്നി ജോർജ് കുട്ടിയുടെ ഇമോഷനിലൂടെയാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ദൃശ്യം 3യെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇതാണ്. ലാലേട്ടാ, മെയ് 21 ലാലേട്ടന്റെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ടും കൂടെയാണോ ദൃശ്യം 3 എത്തണേ? അപ്പൊ അതിന്റെ ഒരു പ്ലാനിങ് എങ്ങനെയായിരുന്നു? ശരിക്കും എങ്ങനെയാ റിലീസ് ഡേറ്റിലേക്ക് വന്നതെന്നൊന്നും പറയാം. അതും ഒരു അറിയാതെ സംഭവിച്ചൊരു കാര്യമായിട്ടാണെങ്കിൽ പറയാൻ കാര്യം, നമ്മൾ ഈ സിനിമ നേരത്തെ റിലീസ് ചെയ്യാനൊക്കെ പ്ലാൻ ചെയ്തതാണ്. പിന്നെയാണത് ഒരു മിഡിൽ ഈസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നമുക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഈ May 21 എന്ന് പറയുന്നത് നമ്മളൊരു സിനിമ റിലീസ് ചെയ്യേണ്ടത് ഒരു വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ വ്യാഴാഴ്ചയൊക്കെയാണ്. ഞങ്ങൾ അല്ലാതെ വളരെ കൂടുതലും സിനിമകൾ വേറെ ദിവസങ്ങളിൽ, പക്ഷെ നമ്മൾ നോക്കിയപ്പോൾ May 21 ഒരു വ്യാഴാഴ്ചയാണ് വരുന്നത്. അതൊരു ഭാഗ്യമായിട്ട് ഞങ്ങൾ വിചാരിച്ചു. പിന്നെ ഇങ്ങനെ ഒരിക്കലേ ഒരു ചാൻസ് കിട്ടുള്ളൂ. കാര്യം ഇത്രയും ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സിനിമ, ആ സിനിമ നമ്മുടെ പിറന്നാളിന് അത് കൊടുക്കുക എന്ന് പറയുന്നത് എന്നെക്കാളും കൂടുതൽ ആന്റണിയുടെ അഭിപ്രായമായിരുന്നു. അപ്പോൾ അതൊരു വലിയ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. ഇനി എല്ലാ പിറന്നാളും ഓരോ സിനിമ എടുക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, അത് ദിവസങ്ങളും കൂടെ വരണം. അപ്പോൾ ഇതൊരു വ്യാഴാഴ്ചയാണ് വരുന്നത്. ആൻഡ് ഏറ്റവും നമുക്ക് ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് ജോർജ് കുട്ടി ഈ ദൃശ്യം. അപ്പോൾ ആ ദിവസം വന്നത് വളരെ ഒരു പോസിറ്റീവായിട്ട് ഞങ്ങൾ കാണുന്നു. അതൊരു പിറന്നാൾ സമ്മാനമായിട്ട് ആൾക്കാർക്ക് കൊടുക്കാൻ ഉള്ള ധൈര്യം ഞങ്ങൾക്ക് ഉണ്ടായി. കാര്യം ഒരു മോശം സിനിമയൊന്നും ആയിരിക്കില്ല. കാര്യം ഈ പ്രേക്ഷകരായ ഇതിൽ ഒന്നും കള്ളത്തരങ്ങളൊന്നുമില്ല. കാര്യം ആ ജോർജ് കുട്ടിക്കും ഫാമിലിക്കും നടന്ന എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും എന്താണ് സംഭവിച്ചെന്നറിയാം. അതിൽ നിന്ന് അയാൾ എങ്ങനെ രക്ഷപ്പെടുന്നു എന്നുള്ളതാണ് എല്ലാവർക്കും അറിയാം. ആ പിറന്നാൾ ദിവസം ഈ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് വളരെ സന്തോഷമായിട്ട് ഞാൻ കാണുന്നു. ആന്റണിക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ പറയാം.